കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത വിധം ഉന്നത കേന്ദ്രങ്ങളെ പോലും നടുക്കുന്ന ഒരു മഹാകൊടുങ്കാറ്റ് വീശിയടിക്കുകയാണ്. ഇത് വെറും ഒരു മാസപ്പടി കേസോ സാധാരണ ആരോപണവുമല്ല. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബത്തിലേക്ക് നേരിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണ നിഴൽ വീഴുമ്പോൾ അമ്പരം നിൽക്കുകയാണ് പ്രതിപക്ഷത്തുള്ള CPM-ഉം ഇടത് മുന്നണിയും. വിദേശത്തേക്ക് ഹവാല മാർഗത്തിലൂടെ 85 ലക്ഷം രൂപ കടത്തിയെന്ന ഗുരുതരമായ ഫെമ ലംഘന കേസ്. ഏത് നിമിഷവും അറസ്റ്റ് ഭീഷണി മുന്നിൽ കണ്ട മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും കുടുംബവും കൊച്ചിയിലെയും ദില്ലിയിലെയും മുൻനിര വക്കീൽ പടയുമായിട്ട് അടിയന്തര നിയമ കൂടിയാലോചനയിലേക്ക് കടന്നിരിക്കുകയാണ്. തന്റെ കൈകൾ ശുദ്ധമാണെന്നാണ് ഇന്നും മാധ്യമങ്ങളെ കണ്ട പിണറായി വിജയൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ എന്തിനാണ് മുൻകൂർ ജാമ്യം എടുക്കാൻ മകളെ പറഞ്ഞയക്കുന്നത് എന്ന ചോദ്യം ബാക്കിയാക്കുകയുമാണ്. ലാളിത്യത്തിന്റെ വസ്ത്രമണിഞ്ഞ് കമ്മ്യൂണിസം പ്രസംഗിച്ച നേതാക്കളുടെ ആഡംബര മുഖംമൂടിയാണ് ഈ ഹവാല ഇടപാടിലൂടെ അഴിഞ്ഞു വീണത് എന്ന് തിരിച്ചറിഞ്ഞിട്ടും മരുമകനെയും മകളെയും വെള്ളപൂശാനാണ് പിണറായി ഇപ്പോഴും നോക്കുന്നത്. മകൾ അധികം സ്വത്തിന് ഉടമയല്ല എന്ന് പറഞ്ഞു മെഴുകിയ പിണറായി ഹവാല എന്നാൽ എന്താണെന്നറിയില്ല എന്ന മട്ടിലായിരുന്നു സംസാരിച്ചത്. കടത്തിയ തുകയുടെ 3 ഇരട്ടി പിഴയും 5 വർഷം വരെ തടവും കാത്തിരിക്കുന്ന ഈ അവസ്ഥയിൽ കേസിൽ നിന്നും രക്ഷപ്പെടാൻ കോടതി കയറി ഇറങ്ങേണ്ടി വരുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ സംഭവിച്ച ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ അധപതനമാണെന്ന തിരിച്ചറിവ് ഇന്ന് ഓരോ മുക്കിലും മൂലയിലുമുള്ള കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ട്. പ്രതിപക്ഷത്തിരിക്കുന്ന CPM-ന്റെ അടിത്തറ തന്നെ ഇളകിയ അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ കണ്ണീരപ്പാൻ രൂപീകരിച്ച ഒരു പാർട്ടി ഇന്ന് അന്താരാഷ്ട്ര ഹവാല നെറ്റ്വർക്കുകളുടെയും കോർപ്പറേറ്റ് കള്ളപ്പണ ഇടപാടുകളുടെയും പേരിൽ നാണം കെട്ടി നിൽക്കുന്നു. മുൻ മന്ത്രിയും CPM നേതാവുമായ PA മുഹമ്മദ് റിയാസിലേക്ക് പോലും അന്വേഷണ ഏജൻസികളുടെ കൈകൾ നീളുമ്പോൾ മറുപടിയില്ലാതെ പകച്ചു നിൽക്കുകയാണ് നേതൃത്വം. കോഴിക്കോട്ടെ റെയ്ഡുകൾ, ശാസ്ത്രീയ ഫോറൻസിക് പരിശോധനകൾ, ഡിജിറ്റൽ തെളിവുകൾ ഇതെല്ലാം ചേർന്ന് CPM എന്ന പ്രസ്ഥാനത്തിന്റെ കേഡർ സംവിധാനത്തെയും പ്രത്യയശാസ്ത്ര നിലപാടുകളെയും പൂർണ്ണമായിട്ടും തകർത്തെറിയുകയാണ്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ വേട്ടയാടലെന്ന് പ്രതിപക്ഷത്തുള്ള CPM ആവർത്തിച്ച് പറയുമ്പോഴും പൂട്ടുകൾ ഒന്നൊന്നായി വീഴുകയാണ്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED സമൻസ് അയക്കാനിരിക്കവേ മുൻകൂർ ജാമ്യം തേടിക്കൊണ്ട് അറസ്റ്റ് വാറന്റ് ഒഴിവാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് കുടുംബമുള്ളത്. എന്നാൽ ശാസ്ത്രീയ തെളിവുകളും ബാങ്ക് രേഖകളും നിരത്തി ED കോടതിയെ സമീപിച്ചാൽ മുൻകൂർ ജാമ്യം പോലും നിഷേധിക്കപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ്. അതോടെ കേസ് കേവലം ഒരു വ്യക്തിപരം എന്നതിലുപരി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന മഹാദുരന്തമായി മാറും. മുൻ മുഖ്യമന്ത്രിയുടെ മകളും കുടുംബവും പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ CPM കെട്ടിപ്പോക്കിയ രാഷ്ട്രീയ പ്രതിച്ഛായ പൂർണ്ണമായിട്ടും തകർന്നു വീഴുകയാണ്. കോടതിയിൽ സംഭവിക്കാൻ പോകുന്ന വിധികൾ വീണ വിജയന്റെ കുടുംബത്തിന്റെ മാത്രം വിധിയല്ല, മറിച്ച് പ്രതിപക്ഷത്തുള്ള CPM-ന്റെ അന്ത്യപ്പിറവിയാണോ ഇതെന്ന് കാലം തെളിയിക്കും. പിണറായി ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ ആ മെഴുകൽ നാടകം ചേർക്കുന്നുണ്ട്, കാണാം. നേരത്തെ പറഞ്ഞൊരു വാചകമുണ്ട്, ഈ കൈകൾ എല്ലാ കാലത്തും ശുദ്ധമാണ്, ഇനിയും ശുദ്ധമായിരിക്കും. ഇതിൽ കറവരുണ്ട ആക്കാം എന്ന് ധരിക്കണ്ട. പണ്ട് എനിക്കെതിരെ ഒരു CBI അന്വേഷണം ഉണ്ടായിരുന്നു. അപ്പോൾ CBI അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അവതരിക്കുകയാണ് CBIയുടെ മുന്നിലേക്ക്. അയാൾ പറഞ്ഞു, 96-ലാണ് കേട്ടോ, 1996 തെരഞ്ഞെടുപ്പിൽ, ആ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന മനുഷ്യൻ കണ്ണൂർ വന്നിരുന്നു. അയാൾ കോടികൾ 2 3 എന്ന് എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല, 2 കോടിയോ 3 കോടിയോ എനിക്ക് തന്നു. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാണ്. എന്തുകൊണ്ടാണ് തരുന്നത്? ഞാൻ വൈദ്യുതി മന്ത്രിയാകാൻ ഇടയുണ്ട് എന്നറിയാം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം, തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലേ ഗവൺമെൻറ് രൂപീകരിക്കുന്നുള്ളത് പറയും, പക്ഷെ തെരഞ്ഞെടുപ്പിൽ ജയിക്കും, മന്ത്രിയായിട്ട് പിണറായി വിജയനാണ് വരാൻ പോകുന്നത്. ആ ധാരണയിൽ ഈ പറയുന്ന കോടി 2 3 എൻ്റെ കയ്യിൽ കൊണ്ടു തന്നതാണ് ഇയാളുടെ പരാതി. സ്വാഭാവികമായിട്ടും CBI അന്വേഷിക്കുമല്ലോ. ഞാനും ഞങ്ങളൊക്കെ സ്വീകരിക്കുന്ന നിലപാട് ഇത്തരം കാര്യങ്ങളിൽ ഏത് അന്വേഷണമായാലും അതുമായി സഹകരിക്കുക എന്നുള്ളതാണ്. പൂർണ്ണമായിട്ട് സഹകരിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. CBIക്ക് പൂർണ്ണ ബോധ്യമാവുകയും ചെയ്തു. ഏത് പെറ്റീഷനല്ല, എൻ്റെ നിലപാടാണ് ശരിയെന്ന് CBIക്ക് ബോധ്യമായി. ഇങ്ങനെ നമ്മളെയൊക്കെ പിന്നാലെ ചില ആൾക്കാർ ദീർഘകാലമായിട്ട് കൂടിയിട്ടുണ്ടല്ലോ. ഏതൊക്കെ തരത്തിൽ പെടുത്താൻ പറ്റും എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ആ ശ്രമങ്ങൾ പല വഴിക്ക് തുടരും. ഇതിൽ നിർഭാഗ്യകരമായ ഒരു വശം, അന്വേഷണ ഏജൻസികൾ അവരുടെ മുന്നിൽ വരുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ
തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനോ മറ്റോ ഒരു തടസ്സവും ഞങ്ങളാരും പറയുന്നില്ല. അവർ കൃത്യമായ നിയതമായ നിയമ നടപടികൾക്കാണ് തയ്യാറാകേണ്ടത്. അതാണ് നമ്മുടെ നാട് രാജ്യവും പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വീണ എൻ്റെ മകളാണ് എന്നതിൻ്റെ മേലെയാണല്ലോ ഈ ഇത്തരം പ്രശ്നങ്ങൾ വലിയ തോതിൽ ഉയർന്നു വരുന്നത്. മറ്റ് വീണ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരി ഭയങ്കര സ്വത്തിൻ്റെ ഒന്നും ഉടമയല്ലാലും ഇതിൽ കേൾക്കുന്ന പണവും വളരെ വലിയ പണമൊന്നുമല്ലാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എത്രയാണെന്നുള്ളത്. അപ്പോൾ എൻ്റെ മകളായതുകൊണ്ട് ഈ വിചിത്രമായ നടപടികൾ കൂടി വരികയാണല്ലോ. ഒരു കാര്യം, നമ്മുടെ ED ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കും. സാധാരണ ഏതെങ്കിലും കേസിൽ അങ്ങനൊരു പത്രക്കുറിപ്പ് ആദ്യം പുറത്തിറക്കാറുണ്ട്. ഇറക്കുന്ന പത്രക്കുറിപ്പ് എപ്പോഴും എല്ലാം പത്രങ്ങൾ വാർത്തകൾ എടുക്കുന്നത് അവരുടെ വെബ്സൈറ്റിൽ നിന്നാണ്. സാധാരണ വെബ്സൈറ്റിലാണ് വിവരങ്ങൾ കൊടുക്കുക. അവർക്ക് കൊടുക്കേണ്ട വിവരങ്ങൾ കൊടുക്കുന്നു. അതിനകത്ത് ED കൃത്യമായി ആ പുറത്തിറക്കിയ സ്റ്റേറ്റ്മെൻറ്റിൽ പത്രക്കുറിപ്പിൽ പിണറായി വിജയൻ എന്നല്ല P. വിജയൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ P. വിജയൻ എന്ന് പറഞ്ഞിട്ട് ആൾക്ക് മനസ്സിലാകാതിരിക്കുമല്ലോ. അപ്പോൾ മുൻ മുഖ്യമന്ത്രി എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താണ് അങ്ങനെ പറയാനിടയാകുന്നത്? എൻ്റെ മകളാണ് വീണ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല, അതിനെപ്പറ്റി തർക്കമല്ല. പക്ഷേ എന്തിനാണ് എൻ്റെ പേര് ഈ സ്ഥാനപ്പേരടക്കം വെച്ചുകൊണ്ട് അതിൽ പറഞ്ഞത്? എന്താണ് അങ്ങനെയൊരു വിചിത്രമായ നിലപാട് ഉണ്ടാകാൻ കാരണം? ഒന്ന് ഇരിക്കട്ടെ, അങ്ങനെ ആയാൽ തന്നെ എന്ത് കാരണത്താലാണ് ഇത്തരമൊരു പ്രസ്താവന നേരത്തെ കൊടുക്കൽ? ചെയ്യാൻ പാടില്ലാത്ത നടപടിയാണല്ലോ. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരം കാര്യങ്ങളിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ എൻ്റെ അടുത്തേക്ക് കൂടി എത്തിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന പല ആളുകൾ കാണുമല്ലോ. അങ്ങനെയുള്ളതിൽ ഏറ്റവും അധികം എന്നോട് വലിയ ഇത്തരം താല്പര്യം പ്രകടിപ്പിക്കുന്ന ചില മാധ്യമങ്ങളുണ്ട്. അതിലൊന്നാണ് മലയാള മനോരമ. മാമൻ മാത്യു ആണല്ലോ അതിൻ്റെ തലപ്പത്തിരിക്കുന്നയാൾ. മാമൻ മാത്യുവിന് മലയാള മനോരമയിൽ നിയന്ത്രണമില്ല എന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. ഇവർ സാധാരണ നിലവിട്ടാണല്ലോ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എവിടുന്ന് കിട്ടിയ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഏത് അന്വേഷണ ഏജൻസി കൊടുത്ത തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ പണം ഈ പറയുന്ന ഭർത്താവ് മുഹമ്മദ് റിയാസിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞു? ഏത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് റിയാസ് പണം ഹവാലിയായിട്ട് ഉപയോഗിച്ചു എന്നോ അങ്ങോട്ട് അയച്ചു എന്നോ എന്നൊക്കെ റിപ്പോർട്ട് ചെയ്തു? ഇപ്പോൾ നിയമ നടപടിക്ക് റിയാസ് തയ്യാറായില്ലേ എന്നുള്ളതല്ല എൻ്റെ വിഷയം. എങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൊന്നായ മാമൻ മാത്യു നേതൃത്വം കൊടുക്കുന്ന മലയാള മനോരമയ്ക്ക് ഇത്തരത്തിൽ ഒരു ശരിയല്ലാത്ത വാർത്ത കൊടുക്കാൻ കഴിഞ്ഞത്? അവർ സൃഷ്ടിക്കുകയല്ലേ വാർത്ത. അങ്ങനെ വാർത്തകൾ സൃഷ്ടിക്കലാണോ നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യേണ്ടത്? പിണറായി വിജയന് നേരെയായാൽ എന്തും ചെയ്യാം, എന്തും സൃഷ്ടിക്കാം എന്നതാണോ അംഗീകരിക്കേണ്ട രീതി? എത്ര കാലമായി ഇങ്ങനെ തുടങ്ങിയിട്ട്? എന്താണ് ഇതിൻ്റെ ഫലം? നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞു? ഇവിടെ നിങ്ങളുടെ ചോദ്യത്തിന് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ. ഈ പറഞ്ഞ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ വന്നപ്പോൾ എല്ലാ രീതിയിലും വീണ സഹകരിച്ചിട്ടുണ്ട്. ഒരു വ്യത്യാസവും അതിൽ കാണിച്ചിട്ടില്ല. അത് ഏത് അന്വേഷണത്തോടും സാധാരണഗതിയിൽ നമ്മൾക്ക് സ്വീകരിക്കേണ്ട നിലപാടാണ്. അത് പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ട്. ഇനിയും വിവരങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ ആ വിവരങ്ങൾ നൽകുന്നതിനും വീണയുടെ ഭാഗത്തുനിന്ന് യാതൊരു മടിയും ഉണ്ടാവില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ നല്ല ആത്മവിശ്വാസത്തോടെ തന്നെ പറയുന്നത്. അത് മാമൻ മാത്യു മനസ്സിലാക്കുന്ന നല്ലതാണ്. അതുകൊണ്ടാണ് മാമൻ മാത്യുവിൻ്റെ പേര് ഞാൻ പറയുന്നത്. മാമൻ മാത്യു എൻ്റെ അടുത്ത സുഹൃത്താണ്, അല്ലാത്തതുകൊണ്ടല്ല. അയാളും കാര്യങ്ങൾ മനസ്സിലാക്കണമല്ലോ. എനിക്ക് പൂർണ്ണമായ
വിശ്വാസം, അത് പൂർണ്ണ ബോധ്യം. ഞാനോ എൻ്റെ മകളോ എൻ്റെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലുമോ ഒരു ഹവാല ഏർപ്പാടിന് നിന്നിട്ടില്ല, ഒരു ഹവാല ഏർപ്പാടുമില്ല. എല്ലാം സംശുദ്ധമായി നടക്കുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞൊരു വാചകമുണ്ട്, ഈ കൈകൾ എല്ലാ കാലത്തും ശുദ്ധമാണ്, ഇനിയും ശുദ്ധമായിരിക്കും. ഇതിൽ കറവരുണ്ട് ആക്കാം എന്ന് ധരിക്കണ്ട. അതുമാത്രമേ മാമൻ മാത്യുയോടും മലയാള മനോരമയോടും എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് പിന്നീടാകാം. ബാക്കി ഇനിയാണോ നിൽക്കട്ടെ. അതിന് നിങ്ങൾ നല്ല നിലപാടാണ് എടുത്തത്. മാധ്യമങ്ങൾ പൊതുവിൽ നല്ല നിലപാടെടുത്തു, നല്ല നിലക്ക് അത് തുറന്നു കാണിച്ചു. വളരെ നന്ദി. നേരത്തെ പറഞ്ഞതിനെ കൂടെ ഇതുകൂടി അഭിനന്ദനാർഹമായ കാര്യമാണ്. ഒന്നുകൂടി അഭിനന്ദിക്കുന്നു. മതി 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 മതി. പ്രധാനപ്പെട്ട നേതാക്കളും അങ്ങും LDF ഉപനേതാവ് സംബന്ധിച്ചുള്ള ചർച്ച അവസാനിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ 3 മാസം കഴിഞ്ഞിട്ടും LDF എന്ന രീതിയിൽ ഒന്നിച്ചു പോകാനോ വിഷയങ്ങൾ ഏറ്റെടുക്കാനോ കഴിയുന്നില്ല. CPIക്ക് അത് ബോധ്യപ്പെടുന്നില്ല എന്നുണ്ടോ? LDF ഒന്നിച്ച് പോകുന്നതിനൊന്നും വിഷമമില്ല കേട്ടോ. LDF കഴിഞ്ഞ ദിവസം ആലോചിച്ചു, കാര്യങ്ങൾ ചർച്ച ചെയ്തു, അതിനൊന്നും ഒരു പ്രയാസമില്ല. ഇത് LDFൻ്റെ ഉപനേതാവ് എന്ന് പറയുന്നത് LDF നേതാവ് എന്ന നിലക്ക് സ്പീക്കർ പറഞ്ഞതുപോലെ ഒരു കത്ത് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ആ കത്ത് ഞാനാണ് എഴുതി കൊടുക്കേണ്ടത്. അത് കൊടുത്താൽ ഉപനേതാവ് വരും. ആ കത്ത് ഞാൻ കൊടുത്തോളാം, നിങ്ങൾ ബേജാറാവണ്ട. അതൊക്കെ ബോധ്യപ്പെടും, ഒരു പ്രശ്നമില്ല. ബാക്കി പിന്നെ പറയും, കത്ത് ഞാനല്ലേ എഴുതി കൊടുക്കേണ്ടത്, കത്ത് കൊടുക്കും. അതിലൊരു സംശയമില്ല, CPM നേതാവിൻ്റെ പേരായിരിക്കുമല്ലോ, ഒരു മാറ്റം ഉണ്ടാവും.